بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു സതഫ്തരിഖു ഉമ്മതി അലാ 73 മില്ല. എന്റെ സമുദായം, എന്റെ ഇജാബത്തിന്റെ ഉമ്മത്ത് 73 ഗ്രൂപ്പുകളായി ചിഹ്നിച്ചിതു, 73 പാർട്ടികളായി അവർ ഭിന്നിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലത്തൻ വാഹിദ. ആ 73 ടീമിൽ നിന്ന് ഒരു ടീം ഒഴിച്ച് 72 നരകത്തിലാണ്. ഇതാരോടാ പറയുന്നത്? മഹാന്മാരായിരിക്കുന്ന സ്വഹാബത്തിനോട്. ആരാണ് മഹാന്മാരായ സ്വഹാബത്ത്? നമുക്കറിയാം, വിശുദ്ധ ദീനിനു വേണ്ടി സർവ്വ പ്രതിസന്ധികളുടെയും ഘട്ടത്തിൽ പ്രവാചകന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന മഹാന്മാരായ സ്വഹാബത്ത്. നമ്മൾ സാധാരണ ബദ്ർ മൗലിദൊക്കെ ചെല്ലുമ്പോൾ പാടാറില്ലേ? വസൽ ഹുനൈനൻ വസൽ ബദ്റൻ വസൽ ഉഹുദാ أنواع تعذيبهم والحتف كيف جرى هم الرجال بلا هم الجبال بلا كدهر في همة بل سادة الكبرى وجادوا بأموال وباعوا نفوسهم لدين الهدى في كل موطن غزوة. ശരീരം വേണോ പ്രവാചകരെ ശരീരം, സമ്പത്ത് വേണോ പ്രവാചകരെ സമ്പത്ത്, എല്ലാം അങ്ങയുടെ പിന്നിൽ സമർപ്പിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു പ്രവാചകന്റെ പ്രവർത്തന ഗോതയിലുള്ള മുന്നേറ്റത്തിൽ, പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഘട്ടത്തിൽ ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ പിന്നിൽ മല പോലെ പാറ പോലെ ഉറച്ചു നിന്ന സഹാബത്ത്, അവർ സർവ്വവും ത്യജിച്ചത് ദീനിന് വേണ്ടിയാണ്. ഈ ഉമ്മത്തിൽ 72 ഗ്രൂപ്പ് നരകത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ ഒരേ വെപ്രാണപ്പെട്ടു സഹാബത്ത് ചോദിക്കുന്നു, ഒരു ടീം സ്വർഗത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ, മാഹിയ യാ റസൂലല്ലാഹ്, ഏതാണ് നബിയെ ആ സ്വർഗത്തിൽ പോകുന്ന വിഭാഗം? അല്ലാഹുവിന്റെ ഹബീബ് അതിന് കൊടുത്ത മറുപടി, മാ അന അലൈഹി വഅസ്ഹാബി, എന്നെയും എന്റെ സ്വഹാബത്തിനെയും തള്ളിപ്പറയാതെ പ്രവാചകനായി എന്നെയും എന്റെ സ്വഹാബത്തിനെയും ഉൾക്കൊള്ളുന്ന മനസ്സും അനുധാവനം ചെയ്യുന്ന ആ പിന്തുടർച്ചാവകാശവും ആരേറ്റെടുക്കുന്നു ആ മില്ലത്തിനാണ് സ്വർഗാവകാശം. ഇരിക്കട്ടെ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇജാബത്തിന്റെ ഉമ്മത്ത് 73 ടീമായി ചിഹ്ന ഭിന്നമാകാൻ കാരണം എന്ത്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുക. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങ് കേട്ടാൽ മാത്രം പോരല്ലോ, അതിന്റെ കാരണവും നമ്മൾ പഠിക്കണല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഉമ്മത്ത് 73 വിഭാഗമാകും എന്ന് പറയാൻ ആ പിളർപ്പിന്റെ കാരണത്തെ സംബന്ധിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ ദീർഘ ചർച്ച. ആ ചർച്ചയിൽ ഒരു കാരണം, ഈ അവകാശപ്പെടുന്ന വിഭാഗത്തിൽ ഈമാനികമായ ഒരുപാട് വൈകല്യങ്ങൾ കടന്നുകൂടും എന്നതാണ് അവർ ചിഹ്ന ഭിന്നമാകാനും നരകാവകാശിയാകാനും ഒരു കാരണം. രണ്ടാമത്തതോ അൽ ഹസദ്, അസൂയയാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. രണ്ടും ഇന്ന് യാഥാർത്ഥ്യമായി നമ്മുടെ കൺമുമ്പിൽ കാണുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് പലപ്പോഴും നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ ഭിന്നിപ്പുണ്ടാകുന്നു. എന്താ കാരണം? മറ്റൊരാളുടെ ഉയർച്ചയിൽ തൊട്ടടുത്ത തന്റെ മുസ്ലിമായ സുഹൃത്തിന് സന്തോഷിക്കാനുള്ള മനസ്സില്ല. ഒരാള് 40 ലക്ഷം രൂപയുടെ കാറിൽ പോകുമ്പോ 2.5 ലക്ഷം കാറിൽ പോകുന്ന ചോട്ടാ കാറിൽ പോകുന്ന ആൾക്ക് ബേജാർ. എന്നിട്ടോ അയാള് പോകുന്ന കാറ് കണ്ടില്ലേ 40 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ വീട്ടിലും
വാഹനത്തിലും വസ്ത്രത്തിലും അതുപോലത്തെ വിഷയങ്ങളിൽ ആവശ്യമായതും അള്ളാഹു കൊടുത്ത സഹായത്തിൽ നിന്ന് ഉപയോഗിക്കുന്നതുമായ നിഅ്മത്തുകളെ ഉപയോഗപ്പെടുത്തുന്നതിനെ അസൂയയുടെ കണ്ണോടെ കണ്ട് അകാരണമായി മനസ്സിൽ വെറുപ്പ് വെച്ച് ആ ഹസദ് മൂർധന്യ ദിശ പ്രാപിക്കുമ്പോ പിന്നെ അങ്ങോട്ടുള്ള ഹസദിന്റെയും പ്രതികാരത്തിന്റെയും പേരിൽ എന്തു തോന്നിവാസങ്ങളും പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ പറയുമ്പോ പറയുന്നതിന് ബെല്ലും ബ്രേക്കൂല്ല. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, അൽ ഹസദ് യഅ്കുലുൽ ഹസനാത്ത്. അസൂയ എന്ന് പറയുന്നത് നന്മകളെ തിന്നു തീർക്കും. ഏതുപോലെ അഗ്നി, തീ എന്ന് പറയുന്ന വസ്തു വിറകിനെ ഭക്ഷിച്ചു തീർക്കുന്നത് എങ്ങനെയാണോ അതുപോലെ ഒരു മനുഷ്യന്റെ അമലിന് അവനറിയാതെ ഭക്ഷിച്ചു തീർക്കുന്ന ഒരപകടകരമായ സ്വഭാവമാണ് അസൂയ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെങ്കിൽ ഈ അസൂയയിൽ നിന്ന് താഴെ തട്ട് മുതൽ മേലെ തട്ട് വരെ വളരുകയാണ്. അയൽവക്കക്കാര് പരസ്പരം കണ്ടുകൂടാ. എന്താ കാരണം? ഒരു വീട്ടിൽ രണ്ട് ചെറുപ്പക്കാരൻ വിദേശത്താണ്, അധ്വാനിച്ച് കാശുണ്ടാക്കി ആ കുട്ടികളെ അത്താണിയായി കണ്ട് ജീവിക്കുന്ന കുടുംബം അവന്റെ അധ്വാനിച്ച് കിട്ടുന്ന വേതനത്തിലൂടെ സന്തോഷത്തോടെ ജീവിക്കും. ഇപ്പുറത്തെ പുരയിൽ ചെറുപ്പക്കാര് 3 എണ്ണം ഉണ്ട്, അപ്പുറത്തെ പുരയിൽ 2 ഉള്ളൂ. ഇപ്പുറത്തെ പുരയിൽ 2 അല്ല 3 അല്ല ചിലപ്പോ 4 ഉണ്ടാവും. അവരെ പണി എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പൂട്ടിക്കിടക്കുന്ന പീടിയക്കോലായിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടൻ കിണറ്റിന്റെ വട്ടക്കെട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് സ്റ്റോപ്പിന്റെ തുണ്ടയിലോ. മൂപ്പർക്ക് ഉമ്മ ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല, വാപ്പ ഉണ്ട് എന്നുള്ള ഓർമ്മയില്ല, ആരുണ്ട് എന്നുള്ള ഓർമ്മയില്ല. അവരിങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. തൽക്കാലം എന്റെ ശബ്ദം കേൾക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾ ആരെ പറ്റിയാ പറഞ്ഞത് വിചാരിക്കണ്ട, കാല് കഴിഞ്ഞു പോയാൽ നിങ്ങളെ പറ്റിയാ പറഞ്ഞത് വിചാരിച്ചോട്ട് വലിയ വിരോധമില്ല. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഉത്തരവാദിത്വ ബോധമില്ലാതെ അങ്ങാടിയിൽ കഴിച്ചു കൂട്ടുന്ന 3-4 മക്കൾ ഇപ്പുറത്തെ വീട്ടിലുണ്ട്. ആ വീട്ടിലോ ദാരിദ്ര്യത്തിന്റെ മൂർധന്യ ദിശ, ആ ദാരിദ്ര്യത്തിന്റെ ഇടുങ്കുഴിയിലേക്ക് താഴുമ്പോഴും ഈ ചെറുപ്പക്കാർക്ക് അധ്വാനിച്ച് മാതാപിതാക്കളെ പോറ്റണം എന്ന ആഗ്രഹമില്ല. നേരത്തിന് വരുമ്പം കയ്യും കയറ്റിരിക്കുമ്പോ ഒറോട്ടിന്റെ ചൂട് തണിഞ്ഞു പോയാല് ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് പുളിച്ച ചീത്ത പറയുന്ന സ്വഭാവക്കാർ. അവസാനം ഈ വീട്ടിൽ പട്ടിണിയും അരപട്ടിണിയും മുഴുപട്ടിണിയുമായി തീരെ സ്വസ്ഥതയില്ലാത്ത ജീവിതം. അപ്പുറത്തെ പുരയിൽ 2 ചെറുപ്പക്കാരേ ഉള്ളൂ. ഉള്ള ഐറ്റുകളും സൗകര്യമായി കൊടുക്കും. പിന്നെ ദുബൈയിലേക്ക് പോയിട്ടുണ്ട്. എങ്ങനെയല്ലോ ആർന്ന് ജോലി ചെയ്ത് അങ്ങനെ ഓവർ ടൈമിന്റെ പണിയൊക്കെ എടുത്തിട്ട് കിട്ടുന്ന പൈസനെ കുടുംബനെയും വാപ്പനെയും സന്തോഷത്തോടെ പോറ്റുന്നുണ്ട്. ഈ 2 വീട്ടുകാർ പരസ്പരം പിണക്കം. എന്താ പിണക്കത്തിന്റെ കാരണം? നേരെ അപ്പുറത്തുള്ള വീട്ടിലുള്ള സന്തോഷം ഇപ്പുറത്തെ വീട്ടിലുള്ള ഈ കുടുംബത്തിന് കാണാൻ കഴിയുന്നില്ല. എന്റെ അയൽവാസിയെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഞാനല്ലേ ബുദ്ധിമുട്ടുന്നുള്ളൂ എന്ന് ചിന്തിക്കാൻ പര്യാപ്തമായ ഒരു മനസ്സ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഒരു ചെറിയ ഗൾഫിൽ നിന്ന് വന്നപ്പോ കുറെ കാലമായി 5-6 വർഷമായി ഗൾഫിൽ പോയിട്ട് വരുന്ന ബൈക്ക് ഏതായാലും ഒരു റാഡോ വാച്ചും കെട്ട ഒരു നല്ലൊരു കുപ്പായവും പാൻറിലിട്ടിട്ട് നടക്കണമെന്ന് വിചാരിച്ച് മൂപ്പര് നാട്ടിൽ വന്ന് പുരേന്ന് രാവിലെ ഒന്ന് പള്ളിയിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഇവന്റെ റാഡോ കട്ടിച്ചെരുപ്പ് നല്ല കുപ്പായം തുടിയെല്ലാം കാണുമ്പോ വീഡിയോ കോലായി നിന്ന് കുറെ എണ്ണത്തിൽ മൂക്കൊണ്ടും കണ്ടോണ്ടൊരു കളിയാ. ഓന്റെ പോക്ക് ഓന്റെ കളി തോനങ്ങനെ മൂക്കിൽ എടുക്ക. ആ സാധ്യതയിലൊന്നും സുന്നി പടയണി സിന്ദാബാദ് ധാർമ്മിക